ഹായ് ഓൾ, എല്ലാവർക്കും ട്രിപ്പിൾ മെഡിസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ ജനറൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് നോക്കാം. സോ ലിസ്റ്റ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർമെൻറ്റ്. ആദ്യം നമ്മൾ നോക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർമെൻറ്റിനായിട്ടുള്ള ട്രാൻസ്ഡ്യൂസേഴ്സ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിനാണെങ്കിൽ രണ്ട് ടൈപ്പ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ലീനിയർ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ റൊട്ടേഷണൽ മൂവ്മെൻറ്റ്. ഈ രണ്ടെണ്ണത്തിനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർമെൻറ്റ് മെയിനായിട്ടുള്ളത്. സോ ലീനിയർ ഓർ ട്രാൻസ്ലേഷണൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ആംഗുലാർ ഓർ റൊട്ടേഷണൽ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഏതൊക്കെയാണ് ലീനിയർ ഓർ ട്രാൻസ്ലേഷണൽ ഡിസ്പ്ലേസ്മെൻറ്റ് യൂസ് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസേഴ്സ്? സോ ഇതൊക്കെ ഓപ്ഷനിൽ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ട്രാൻസ്ഡ്യൂസറാണ് എന്നൊക്കെ ചോദ്യം വരാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് മിക്കവാറും നമുക്ക് വരുന്നത് ഈ ഒരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. ഇപ്പോൾ ലീനിയർ ഓർ ട്രാൻസ്ലേഷണൽ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഡ്യൂസർ, അപ്പോൾ അതിൽ ഏതൊക്കെയാണ്? റെസിസ്റ്റീവ് പൊട്ടൻഷ്യോമീറ്റർ, സ്ട്രെയിൻ ഗേജസ്, വേരിയബിൾ ഇൻഡക്റ്റൻസ് ട്രാൻസ്ഡ്യൂസേഴ്സ്, ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ അഥവാ LVDT നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ, കപ്പാസിറ്റി ട്രാൻസ്ഡ്യൂസർ, പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ, ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ, ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ. ഈ LVDTയുടെ ഫുൾ ഫോമും ചോദിച്ചിട്ടുണ്ട് എക്സാമിന് പണ്ടൊക്കെ. അപ്പോൾ ഇതിൽ ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ എന്നുള്ളത് ഓർക്കുക. റോട്ടറി ഓർ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഡ്യൂസർ, റോട്ടറി ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, അതിലും റെസിസ്റ്റീവ് പൊട്ടൻഷ്യോമീറ്റേഴ്സ് ഉണ്ട് ആ ടൈപ്പ്. വേരിയബിൾ ഇൻഡക്റ്റൻസ് ട്രാൻസ്ഡ്യൂസേഴ്സ്, ദെൻ RVDT എന്താണ്? റോട്ടറി വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ്, വേരിയബിൾ റിലക്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ, ദെൻ സിങ്ക്രോ ട്രാൻസ്ഡ്യൂസേഴ്സ്, കപ്പാസിറ്റി ട്രാൻസ്ഡ്യൂസർ, ഷാഫ്റ്റ് എൻകോഡേഴ്സ്. ഇനി നമുക്ക് എന്താണ് LVDT നോക്കാം. അപ്പോൾ LVDT ആദ്യം പറഞ്ഞ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് ഒരു ടൈപ്പ് ഇൻഡക്റ്റീവ് ടൈപ്പാണെന്ന് പറയാം. LVDT ഒരു ഇൻഡക്റ്റീവ് ടൈപ്പാണ്. അതുപോലെ LVDT ഒരു പാസീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. ഇൻഡക്റ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? അത് പാസീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. പിന്നെ ഇത് എന്തും കൂടിയാണ്? ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഡ്യൂസർ കൂടിയാണ്. So it measures the force in terms of the displacement of the ferromagnetic core of a transformer. ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, ഇതിൻ്റെ കൺസ്ട്രക്ഷനിൽ നമ്മൾ നോക്കും. അപ്പോൾ അതിൽ ട്രാൻസ്ഫോമറിനകത്തുള്ള കോർ, ആ ഫെറോമാഗ്നറ്റിക് കോറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടേംസിലാണ് ഈ ഫോഴ്സ്, അപ്ലൈഡ് ഫോഴ്സ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ കൺവേർട്ട് ദ ട്രാൻസ്ലേഷണൽ ഓർ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടു ഇലക്ട്രിക്കൽ വോൾട്ടേജ്, ഓൾസോ നോൺ ആസ് ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസർ LVDT. ആ T എന്ന് പറഞ്ഞ ട്രാൻസ്ഡ്യൂസർ ഓർ ട്രാൻസ്ഫോമർ എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. LVDTയുടെ പ്രിൻസിപ്പിൾ ചോദിക്കും. ഇൻഡക്റ്റീവ് ആണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. സോ ഇതിൽ നോക്കാം, ഇതാണ് LVDTയുടെ ഒരു കൺസ്ട്രക്ഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഒരു ട്രാൻസ്ഫോമർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ട്രാൻസ്ഫോമറിന് ഒരു പ്രൈമറി വൈൻഡിങ്ങും രണ്ട് സെക്കൻഡറി വൈൻഡിങ്സും ആണുള്ളത്. പ്രൈമറി വൈൻഡിങ്ങും രണ്ട് സെക്കൻഡറി വൈൻഡിങ്ങും. പ്രൈമറിയിൽ AC സോഴ്സ് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇൻസൈഡ് എന്താണുള്ളത്? ഒരു മൂവബിൾ കോർ. നിങ്ങൾക്ക് ഡോട്ടഡ് ആയിട്ട് കാണിച്ചിരിക്കുന്ന കാണാം, ഒരു മൂവബിൾ കോർ ഉണ്ട്, ഫെറോമാഗ്നറ്റിക് കോർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ലീനിയർ മോഷൻ നടക്കുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. ഓക്കെ, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് അങ്ങനെ ഒരു മൂവ്മെൻറ്റിലാണ്. രണ്ട് സെക്കൻഡറീസ് ഉണ്ട്, സെക്കൻഡറി 1 ആൻഡ് സെക്കൻഡറി 2. ഈ ട്രാൻസ്ഫോമറിന് ഒരു പ്രൈമറിയും രണ്ട് സെക്കൻഡറിയാണ്. സോ ഇറ്റ് വിൽ കൺസിസ്റ്റ് ഓഫ് LVDT consists of a cylindrical transformer. It is surrounded by one primary winding in the center and two secondary winding at the sides. ഈ സെക്കൻഡറി വൈൻഡിങ്സിലെ നമ്പർ ഓഫ് ടേൺസ് ഒക്കെ ഈക്വൽ ആയിരിക്കും, ബട്ട് ദേ വിൽ ബി ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ വൈൻഡിങ്സ് കൊടുത്തിരിക്കുന്നത്. And the primary windings is connected to AC source. Movable soft iron core slide within the hollow former and therefore affect the magnetic coupling between the primary and two secondary. ഈ ഒരു കോറ് ദാറ്റ് വിൽ മൂവ് ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ആ മൂവ് ചെയ്യണതനുസരിച്ചിട്ട് അതിൻ്റെ ഏതിൻ്റെ അണ്ടറാണത് വരുന്നത്, ഏത് സെക്കൻഡറിയുടെയും പ്രൈമറിയുടെയും അണ്ടറാണത് വരുന്നത്, അതിനനുസരിച്ചായിരിക്കും മാഗ്നറ്റിക് ലിങ്കേജ് ചേഞ്ച് ചെയ്യുന്നത്. ഇതിൻ്റെ ഓപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ, suppose when the iron core when it lies at the center of the both secondary, അപ്പോൾ ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക ഡിഫറൻസ് ഇൻ ദ വോൾട്ടേജ്, അതായത് പ്രൈമറിയിലും സെക്കൻഡറിയിലും ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ ഡിഫറൻസ്. ആൻഡ് ദാറ്റ് വിൽ ബി എത്രയായിരിക്കും? ആ ഒരു ഡിഫറൻസ് എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. സോ കാരണം ദ അയൺ കോർ ലൈസ് അറ്റ് ദ സെൻറ്ററിലായതുകൊണ്ട് രണ്ടിലും ഇൻഡ്യൂസ്ഡ് വരുന്നത് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. സോ ഡിഫറൻസ് 0 ആയിരിക്കും. വെൻ ദ കോർ മൂവ്സ് ടുവേർഡ്സ് ദ സെക്കൻഡറി 1,
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഈ ഒരു സൈഡിലേക്ക് മൂവ്മെൻറ്റ് വന്നു എന്ന് ഈ ഒരു സൈഡിലേക്ക് മൂവ്മെൻറ്റ് കൂടുതൽ വന്നു എന്ന് വിചാരിക്കുക. അതായത് സെക്കൻഡറി അല്ല മൂവ് ചെയ്യുന്നത്, നമുക്കറിയാം കോറാണ് മൂവ് ചെയ്യുന്നത്. സോ ഈ ഒരു സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൂടുതൽ മൂവ്മെൻറ്റ് വന്നു. സോ സെക്കൻഡറി 1ലേക്കാണ് എന്ത് വരുന്നത്, കൂടുതൽ ഫ്ലക്സ് ലിങ്കേജ് വരുന്നത്. സോ കൂടുതൽ EMF ഇൻഡ്യൂസ്ഡ് ആവുന്ന എവിടെയായിരിക്കും, സെക്കൻഡറി 1ലായിരിക്കും കമ്പയർ ടു സെക്കൻഡറി 2. സെക്കൻഡറി 2ൻ്റെ അവിടെ കുറച്ച് ഫ്ലക്സ് ലിങ്കേജസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമ്മൾ എടുക്കുന്നു. ആ ഡിഫറൻസ് കറസ്പോണ്ടിങ് ടു എന്തായിരിക്കും, ആ മൂവ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിരിക്കും. So when the core moves towards the secondary 1, it will induce more EMF across it compared to secondary 2. സെക്കൻഡറി 2ൽ ലെസ് EMF ആയിരിക്കും ഇൻഡ്യൂസ്ഡ് ആവുക. സോ ഇതാണ് നമ്മൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ലെഫ്റ്റിലേക്കുള്ളത് നമ്മൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ റൈറ്റിലേക്കുള്ളത് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ ഡ്യൂ ടു മോർ ഫ്ലെക്സ് ലിങ്ക്സ് വിത്ത് ദ സെക്കൻഡറി 1, സെക്കൻഡറി 2നേക്കാളും സെക്കൻഡറി 1ൽ വോൾട്ടേജ് കൂടുതലായിരിക്കും. സോ ദർ വിൽ ബി എ ഡിഫറൻഷ്യൽ വോൾട്ടേജ്, ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ഈ മിഡിലാണെങ്കിൽ വാല്യൂ ഡിഫറൻസ് ഉണ്ടായിരിക്കില്ല. വെൻ ദ കോർ മൂവ്സ് ടുവേർഡ്സ് സെക്കൻഡറി 2, നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. അതായത് സെക്കൻഡറി 2വിലായിരിക്കും കൂടുതൽ EMF ഇൻഡ്യൂസ്ഡ് ആവുന്നത് കമ്പയർ ടു സെക്കൻഡറി 1. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മോർ ഫ്ലക്സ് ലിങ്കേജസ് വരുന്നതുകൊണ്ട്. സോ ദ ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഇൻ ബോത്ത് കേസസ് രണ്ടും പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ അയൺ കോർ ആയിരിക്കും. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യുന്നെങ്കിൽ ദാറ്റ് വിൽ ബി കണക്റ്റഡ് ടു ദ അയൺ കോർ ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ അയൺ കോർ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ മൂവ്മെന്റ് ഔട്ട്പുട്ട് വിൽ ബി ദെയർ. ആ ഔട്ട്പുട്ടിനെ മെഷർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു LVDTയുടെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഹൈ റേഞ്ച് ആണ്. 1.25 mm മുതൽ 250 mm വരെയുള്ള ആ ഒരു റേഞ്ചിൽ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്. നോ ഫ്രിക്ഷണൽ ലോസസ് ആൻഡ് ഹൈ ഇൻപുട്ട് ആൻഡ് ഹൈ സെൻസിറ്റിവിറ്റി, ലോ ഹിസ്റ്റെറിസിസ്, ലോ പവർ കൺസെപ്ഷൻ, ഡയറക്റ്റ് കൺവേർഷൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ്. പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞല്ലോ, ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറഞ്ഞു. പക്ഷേ പുറമേ ചുറ്റുമുള്ള ആ ഒരു അവിടെ എവിടെയാണോ എക്യുപ്മെൻറ്റ് വെച്ചിരിക്കുന്നത് അവിടെ സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ടാവാം. ആൻഡ് ദാറ്റ് ക്യാൻ അഫക്റ്റ് ദിസ് മെഷർമെൻറ്റ്. സോ അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഒരു സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. സോ ദർ ഓൾവേസ് റിക്വയർ എ സെറ്റപ്പ് ടു പ്രൊട്ടക്ട് ദം ഫ്രം സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ്. വൈബ്രേഷൻസ്, ടെമ്പറേച്ചർ, അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിക് എഫക്ട്സിനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വൈബ്രേഷൻ, ടെമ്പറേച്ചർ ഒന്നും ഇല്ലാതെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ഒരു ഇതായിരിക്കണം വേണം. അധികം ടെമ്പറേച്ചർ വേരിയേഷനോ വൈബ്രേഷനോ ഇല്ലാത്ത ഒരു സ്ഥലത്ത് വേണം നമുക്കത് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഹൈലി എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുക. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞു. ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രാക്ഷൻ ഓഫ് mm ടു ഫ്യൂ സെൻറ്റിമീറ്റർ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. ഇറ്റ് വിൽ ആക്ട് ആസ് എ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ. ഡയറക്റ്റ് ആണ് ട്രാൻസ്ഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് എന്താണ്, പ്രൈമറി ട്രാൻസ്ഡ്യൂസർ ആണ്. ഇനി സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ ആയിട്ട് ഇത് യൂസ് ചെയ്യും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സെക്കൻഡറിക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് LVDT പ്ലസ് ബോർഡൺ ട്യൂബ്. അപ്പോൾ ഈ ബോർഡൺ ട്യൂബ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ട്രാൻസ്ഡ്യൂസറായിട്ട് ആക്ട് ചെയ്തിട്ട് ആ പ്രഷറിനെ, ഇപ്പോൾ പ്രഷറാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ബോർഡൺ ട്യൂബിലേക്ക് കൊടുക്കും. ആ പ്രഷർ എങ്ങനെയാണ് കൺവേർട്ട് പ്രഷർ ഇൻറ്റു ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്. ആ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് LVDT എന്താക്കി കൺവേർട്ട് ചെയ്യും, ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് സെക്കൻഡറി നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രഷർ മെഷർ ചെയ്യണം. അപ്പോൾ ഇതെന്താണ്, ബോർഡൺ ട്യൂബാണെന്ന് വിചാരിക്കുക. ബോർഡൺ ട്യൂബിലേക്ക് കൊടുത്തു. ആൻഡ് ദെൻ ബോർഡൺ ട്യൂബിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ആയിരിക്കും. ആ ഡിസ്പ്ലേസ്മെൻറ്റ് LVDTയിലേക്ക് കൊടുക്കുന്നു, ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഔട്ട്പുട്ടായിട്ട് ഇലക്ട്രിക്കൽ വരുന്നു. അപ്പോൾ ഇതാണ് സെക്കൻഡറി ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലും LVDT ഒരു പാർട്ടായിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ലീനിയർ മെഷർമെൻറ്റ് ആണെങ്കിൽ, ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ആണെങ്കിൽ റോട്ടറി ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ആങ്കുലർ ഡിസ്പ്ലേസ്മെൻറ്റിനുള്ളതാണ് റോട്ടറി വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ RVDT. സോ ഇതും ഇൻഡക്റ്റീവ് ടൈപ്പ് പാസീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. അപ്പോൾ ഇതിൽ ഫോഴ്സ് മെഷർ ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഫെറോമാഗ്നറ്റിക് കോർ തന്നെയാണ്. ഇതിൽ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം ആങ്കുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ വോൾട്ടേജ് എന്നുള്ളൂ. ഓക്കെ, എഗെയിൻ ഇത് പ്രിൻസിപ്പിൾ ചോദിച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതിൽ വരുന്ന മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ പ്രൈമറി ഉണ്ട്, 2 സെക്കൻഡറി ഉണ്ട് നേരത്തെ പോലെ തന്നെ. അപ്പോൾ അതിൽ മൂവ്മെൻറ്റ് ഇങ്ങനെയാണ്. അതിനനുസരിച്ചിട്ടായിരിക്കും പ്രൈമറി ആൻഡ് സെക്കൻഡറി കോയിൽസ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. സോ ഇവിടെ ഒരു പിസ്റ്റൺ പോലെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഈ ഒരു റോട്ടറി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആംഗുലർ മൂവ്മെൻറ്റ് ആണ് സംഭവിക്കുന്നത്. സോ ദിസ് ഈസ് ദ പ്രൈമറി വൈൻഡിങ് ആൻഡ് സെക്കൻഡറി 1 ആൻഡ് സെക്കൻഡറി 2. സോ RVDT കൺസിസ്റ്റ് ഓഫ് ദ റൊട്ടേറ്റിംഗ് അയൺ കോർ. മറ്റേതിൽ മൂവിങ് അയൺ കോർ എന്ന് പറഞ്ഞു. ഇതിൽ റൊട്ടേറ്റിംഗ് അയൺ കോർ, മറ്റേതിൽ ലീനിയർ ആയിട്ടുള്ള മൂവ്മെൻറ്റ് ആയിരുന്നു കോറിന്. ആൻഡ് 1 പ്രൈമറി എക്സൈറ്റേഷൻ കോയിൽ ആൻഡ് 2 സെക്കൻഡറി ഔട്ട്പുട്ട് കോയിൽ. ഇപ്പോൾ ഒരു ഫിക്സഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എക്സൈറ്റേഷൻ നമ്മൾ പ്രൈമറി സ്റ്റേറ്റർ കോയിലേക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും.
ആൻഡ് ദിസ് കപ്ലിംഗ് ഈസ് പ്രൊപ്പോർഷണൽ ടു അതെന്തിനു വേണ്ടിയിട്ടാണ് കോയിലിലേക്ക് കൊടുക്കുന്നത്, പ്രൈമറി കോയിലിൽ കൊടുക്കുന്ന ആ ഒരു EMF ഇൻഡ്യൂസ്ഡ് അല്ലെങ്കിൽ അവിടെ ഒരു ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അല്ലെ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദിസ് കപ്ലിംഗ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആംഗിൾ ഓഫ് ദ ഇൻപുട്ട് ഷാഫ്റ്റ്. ഔട്ട്പുട്ട് പെയർ നമ്മൾ വെച്ചിരിക്കുന്നത്, അതായത് ഒരു കോയിൽ ഇൻ ഫേസ് വിത്ത് ദ എക്സൈറ്റേഷൻ കോയിലും അടുത്ത കോയിൽ 180 ഡിഗ്രിയിൽ വെച്ച് ആ രീതിയിലായിരിക്കും നമ്മൾ 2 സെക്കൻഡറീസ് വെച്ചിരിക്കുന്നത്. സോ 1 സെക്കൻഡറി വിൽ ബി ഇൻ ഫേസും അല്ലെങ്കിൽ 0 ഫേസും, അതുപോലെ ഒരു സെക്കൻഡറി എങ്ങനെയായിരിക്കും വരുന്നത്, ഒരു സെക്കൻഡറി 2 പ്രൈമറിയോട് 180 ഡിഗ്രി ഡിഫറൻസിലും ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. സോ ഈ അയൺ കോർ സെൻറ്റർ ഓഫ് ബോത്ത് സെക്കൻഡറി ആയിരിക്കുമ്പോൾ നമുക്ക് ഡിഫറൻഷ്യൽ വോൾട്ടേജ് ദർ വിൽ ബി 0 വാല്യൂ. ഇനി വെൻ ദ കോർ മൂവ്സ് ടുവേർഡ് സെക്കൻഡറി 1 എങ്ങനെയായിരിക്കും, ദ സെയിം പ്രൊസീജിയർ ദാറ്റ് വിൽ ഇൻഡ്യൂസ് മോർ EMF അക്രോസ് സെക്കൻഡറി 1 ആൻഡ് ലെസ് EMF അക്രോസ് സെക്കൻഡറി 2. അപ്പോൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുവാണ് വി ആർ ഗോയിങ് ടു, അല്ലെങ്കിൽ ഈ ഒരു സ്കോർ മൂവ് ചെയ്യുന്ന സെക്കൻഡറി 1 മൂവ്മെന്റ് എങ്ങോട്ടായിരിക്കണം, ലെഫ്റ്റിലേക്കായിരിക്കണം. മൂവ്മെന്റ് റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ സെക്കൻഡറി 2 അപ്പം അങ്ങനെ ആ ഒരു ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ വെച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. When the core moves towards the secondary 2, again secondary 2 കൂടുതൽ EMF ഇൻഡ്യൂസ് ആവുക കമ്പയർഡ് ടു സെക്കൻഡറി 1. അപ്പോൾ ആ ഒരു ഡിഫറൻഷ്യൽ വോൾട്ടേജ് ദാറ്റ് വിൽ പ്രൊപ്പോർഷണൽ ടു ദ ആംഗുലർ മൂവ്മെൻറ്റ്. ഓക്കെ, ഇനി RVDTക്ക് ആക്യുറസി ഓഫ് ±% ഫോർ റൊട്ടേഷൻ അപ് ടു ±40 ഡിഗ്രി വരെ, ഈ 40 ഡിഗ്രി വരെയുള്ള ആ ഒരു മൂവ്മെൻറ്റിന് ±1% ആക്യുറസി ഉണ്ട്. അത്രയാണ് വേരിയേഷൻ വരുള്ളൂ, പ്ലസോ മൈനസോ. ഇനി റൊട്ടേഷൻ അപ് ടു ±60 ഡിഗ്രി വരെയൊക്കെ ആണെങ്കിൽ ±4% ഒക്കെയാണ് ആക്യുറസി വരുന്നത്. ഇപ്പോൾ റൊട്ടേഷൻ നമുക്ക് ഈ ഒരു 60 ഡിഗ്രീനേക്കാളും കൂടുതലാണെങ്കിൽ RVDT നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ് ടു അത്രയൊക്കെ ആണെങ്കിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സോ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ടെമ്പറേച്ചറിനെ ഒന്നും അത്ര അഫക്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് പ്രൈമറി വോൾട്ടേജ് ഫ്രീക്വൻസി വേരിയേഷൻസ് അതിനെയൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ലോ കോസ്റ്റ് ആണ്, സ്മോൾ സൈസ് ആണ്, സിമ്പിൾ കൺട്രോൾ ആണ്. പക്ഷേ ഇതിലും ഈ RVDT എന്ന് പറയുന്നതും LVDT പോലെ തന്നെ ദാറ്റ് വിൽ അഫക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്, സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ്, അതും അതിന് വേണ്ടി പ്രൊട്ടക്ട് ചെയ്യണം. വൈബ്രേഷൻസ് ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു, അതും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് വരുന്ന വേരിയേഷൻസിനെ അധികം അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ദേ വിൽ ഓൾസോ അഫക്റ്റ്. RVDT സെൻസിറ്റീവ് ടു സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ്, അത് ഓർക്കുക. ആൻഡ് റൊട്ടേഷണൽ ഓർ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യുന്ന സമയത്താണ് അത് യൂസ് ചെയ്യുക. എയ്റോപ്ലെയിൻ്റെ ത്രോട്ടിൽ മെക്കാനിസത്തിലാണ് അത് മെയിനായിട്ടും ആപ്ലിക്കേഷൻ വരുന്നത്, ഇൻ ദ ത്രോട്ടിൽ മെക്കാനിസം ഓഫ് എയ്റോപ്ലെയിൻ. ഇനി അടുത്തത് നമുക്ക് നോക്കുന്ന ലിസ്റ്റ് ഓഫ് പ്രഷർ ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. അതിലാണ് ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ ഒക്കെ വരുന്നത്. അപ്പോൾ അതും കൂടി നമ്മുടെ സിലബസിലുണ്ട്. അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക്